നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമ ബംഗാൾ സംഘർഷഭരിതമാവുകയാണ്. നിരവധി ആക്രമണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷത്തിൽ BJP പോളിംഗ് ഏജന്റായ അംഗത്തിന്റെ വീടിനു നേരെ വെടിയുതിർക്കുകയും വീട് പൂർണ്ണമായും തകർക്കുകയും ചെയ്ത നിലയിലാണ്. ആക്രമണത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും TMC നേതാക്കൾ അക്രമം അഴിച്ചുവിടുകയാണ്. നാദിയയിലെ റാണാഘട്ട് പോലീസ് സ്റ്റേഷന് കീഴിലുള്ള പൂർണ്ണനഗർ ഏരിയയിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ 26 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതേ തുടർന്ന് TMC ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഉപതെരഞ്ഞെടുപ്പിനിടെ മണ്ഡലങ്ങളിലെ ഏതാനും ബൂത്തുകളിൽ TMC അംഗങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതായി BJP സ്ഥാനാർത്ഥി മനസ് കുമാർ ഘോഷ് അറിയിച്ചു. വോട്ടിംഗ് സ്ഥലത്തിന് പുറത്ത് ചില TMC അംഗങ്ങളുമായി അദ്ദേഹം വാക്കേറ്റവും ഉണ്ടാവുകയും ചെയ്തു. വോട്ടർമാരെ വിരട്ടിയോടിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. TMCയും BJPയും തമ്മിൽ ഒരു തുറന്ന യുദ്ധം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്.